ശാസ്താംകോട്ടയിലെ സിനിമാപ്പറമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ ചില ഭീകരവാദികളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ. ആ ഭീകര സ്വഭാവം കാണിക്കുന്ന ഭീകരവാദികൾക്ക് അനുഭാവപൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കുക എന്നുള്ളത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന് വരെ അത്യന്താപേക്ഷിതമാണ്. ചില വോട്ടിന് വേണ്ടി, അവരുടെ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി, സംവിധാനങ്ങൾക്ക് വേണ്ടി അവരോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് വരെ സ്വീകരിക്കുന്നത്. പോലീസ് സേനയിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിനോടൊന്നും യോജിപ്പുണ്ടായിട്ടില്ല. അങ്ങനെ മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവർക്കല്ലാതെ മറ്റൊരാൾക്കും ഇത്രയും അഭിമാനകരമായൊരു നിമിഷത്തെ മായ്ക്കണം എന്ന് ഇത്ര കാര്യമായി പറയാൻ പറ്റില്ല, ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില ആളുകൾക്ക് വന്നിട്ടുണ്ട്. അത് വന്നതിൻ്റെ പിന്നിൽ ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ ഈ തീവ്രവാദികളുടെ വലിയ പ്രഷറാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഭയപ്പെടുന്ന കുറച്ച് പേർ അവിടെ അങ്ങിങ്ങായി ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അതുകൊണ്ടൊന്നും കേരളത്തിൽ ഈ സമൂഹം അതിൽ നിന്ന് വിട്ടുപോകില്ല എന്നും യുവാക്കൾ മായ്ക്കാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. അത് ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടിയാണ്. മുൻ സൈനികൻ ഉൾപ്പെടെ 27 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കണ്ടാലറിയാവുന്ന കുറച്ച് പേർക്കെതിരെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മനസ്സിൻ്റെ പ്രശ്നമാണ്. പോലീസ് സേനയിൽ പച്ച വെളിച്ചങ്ങൾക്ക് പ്രകാശം നശിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭീകരവാദികളുടെ മുന്നിൽ മുട്ടുമടക്കി അവർക്ക് മുന്നിൽ താരാട്ടുപാട്ടുപാടി കിടന്നുറങ്ങാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അത് ഈ നാടിന് അപകടമാണ്. നാടിന് അപകടമായതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പോലീസ് 27 പേർക്കെതിരെ കേസെടുത്തു. ഒരു സൈനികൻ അതിലുണ്ട്, ഉൾപ്പെട്ട 2 സൈനികർ. അവരെ സംബന്ധിച്ച് അവർ ഓണത്തിന് ലീവിൽ വന്നു. ലീവിന് വരുമ്പോഴും ഈ നാടിന് കാവൽ ആളാണ്. സൈനികരായിട്ടുള്ള ആളുകൾക്ക്, ഈ നാട്ടിലുള്ള ആളുകൾക്കെതിരെയൊക്കെ കേസെടുത്തു. അവരെ സംബന്ധിച്ച് അവരെ മനസ്സിലെന്താണ്? അവരുടെ ജീവിതം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ കാവൽ നിൽക്കുന്നതിന് വേണ്ടി. അവർ നാട്ടിൽ വരുമ്പോഴും ഓണം എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ നാടും നാടിനോടുള്ള വൈകാരികതയും ഒക്കെയാണ്. അവരോട് ചേർന്ന് നിൽക്കുന്ന ഭാരതത്തിൻ്റെ മുഴുവൻ സമൂഹത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും പൊതുസമൂഹത്തിനൊക്കെ അങ്ങനെയാണ്. അഭിനന്ദിക്കേണ്ട ഒന്നിനെ, സ്വീകരിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായിട്ട് മാതൃകയാക്കേണ്ടതുമായിട്ടുള്ള ഒന്നിനെ അപമാനിച്ച് ഇങ്ങനെ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ശക്തമായൊരു കൈകളുണ്ട് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ആരുടെ കൈകളായിരിക്കും? ഉറപ്പായിട്ടും നമ്മൾ പറയുന്നു, ചില ഭീകരവാദി, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള, SDPI പോലുള്ള ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ചില ആളുകളുണ്ടെന്നുള്ള ഒരു സംശയമില്ല.